ഹായ് ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവനാണ് ബിതീഷ്, എൻ്റെ അനിയനാണ്, പിന്നെ ഇതെൻ്റെ മോള്, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബർത്ത്ഡേ വ്ളോഗ് എടുക്കാൻ പോവുകയാണ്. ബിതീഷിൻ്റെ അമ്മേരെ, അതായത് എൻ്റെ നെയ്ബറായ കുഞ്ഞുമോളേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആളിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ സർപ്രൈസായിട്ട് ഇന്ന് കേക്കും ഗിഫ്റ്റും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും നമുക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ പോകുന്നിടത്തും കാണാം, കേക്ക് കട്ട് ചെയ്യണ സമയത്തും കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഞങ്ങളിതാ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ ഒരു കടയിലെത്തി. ആൾ തട്ടുകടയൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തും തന്നെ ആയാലും ബെസ്റ്റായിട്ടൊരു പാത്രമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നിങ്ങനെ അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റോറേജ് ഉള്ള ഒരു പാത്രം ഞാൻ കണ്ടായിരുന്നു. നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു കിണ്ണമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അതുകൊണ്ട് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ തേടി എത്തിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഈ നല്ലൊരു ഉരുളി വാങ്ങിച്ചു കൊടുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇത് ആൾക്ക് ബെസ്റ്റാണെന്ന് തോന്നി. അതെല്ലാം കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിഞ്ഞോട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല വിളക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വീട്ടിലത്തേക്ക് ഞാൻ വിളക്ക് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അന്ന് നോക്കാമെന്ന് കരുതി. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും എന്താണ്ട് വലിയ വിളക്കുകളുണ്ട്, സ്വർണ്ണ കളറിലുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ഗണപതി, കൃഷ്ണൻ, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഗണപതിയൊക്കെ നല്ല റേറ്റ് ഉണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്ട് ഈ ഒരു കൃഷ്ണനാണ്. ഈ കൃഷ്ണനും രാധയും കൂടെ ഇരിക്കുന്ന നല്ല സൂപ്പറായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങൾ ബലൂൺ വാങ്ങിക്കുന്ന സ്ഥലത്തെത്തി. ബലൂൺ വാങ്ങിക്കാനായിട്ട് ലിച്ചുകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്. ബലൂണൊക്കെ കിട്ടി. പിന്നെ ഓപ്പർ ഓൾറെഡി വേണ്ടാന്ന് വെച്ചു, കുഞ്ഞുള്ളതുകൊണ്ടേ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഗിഫ്റ്റെല്ലാം നമ്മൾ പൊതിഞ്ഞു, നമ്മൾ പാക്ക് ചെയ്തു. അതിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കുന്നിടത്താണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേസ്ട്രീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ മുട്ടായും, പിന്നെ അറിയാമല്ലോ ബേക്കറി ചെന്നങ്ങാണ്ട് കേക്ക് പലതരം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഇവിടെ പർച്ചേസൊക്കെ കഴിഞ്ഞതാ തിരിച്ചു വന്നു. നല്ല നട്ടുച്ചയ്ക്കാണ് ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് തന്നെ നല്ല കോലത്തിലാണ് തിരിച്ചു വന്നേക്കണം. എന്ത് തന്നെ ആയാലും നമ്മുടെ കേക്ക് വാങ്ങിക്കലും ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങിക്കലും ഗിഫ്റ്റ് വാങ്ങിക്കലും ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ അവിടെ ബലൂൺ ഇതാ തകർത്തൂതിക്കൊണ്ടിരിക്കുകയാണ്. ലിച്ചുകുട്ടിയൊക്കെ നല്ല ത്രില്ലിലാണ്. എന്തായാലും ഇനി നമുക്ക് അടുത്ത ഡെക്കറേഷൻ പരിപാടിയിലേക്ക് പോയി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് തന്നെ സൂപ്പറാക്കാം. നമുക്ക് അങ്ങ് സർപ്രൈസ് ആയിക്കണം. ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഞാൻ വിഷ് ചെയ്യാതെ അങ്ങ് കയറിയപ്പോൾ ആളെ മുഖമൊക്കെ അങ്ങ് ഡള്ളായി. പിന്നെ ചുമ്മാ ഒരു വിഷ് കൊടുത്തു. അപ്പോൾ ഇത്രയും നേരമായിട്ട് വൈകുന്നേരം വന്ന് വിഷ് ചെയ്തതിൻ്റെ ഒരു പരിവമൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. എന്തായാലും നമുക്ക് ആളെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാം. ഓക്കെ, കുട്ടികൾ എൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചു, ചേച്ചി ഇവിടെ വെച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ, നമുക്കിവിടെ വെച്ച് ആഘോഷിക്കാമല്ലോ. എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് പിള്ളേരിങ്ങനെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് മുറിക്കണം. കേക്ക് മുറിച്ചിട്ടുണ്ട്, നമുക്ക് കേക്ക് മുറിക്കണം. അപ്പോഴത്തേക്കും നമുക്കിനി കേക്ക് മുറിക്കുന്ന സെക്ഷൻ എത്തുമ്പോൾ കാണാം. Happy birthday to you. 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 Happy birthday. Happy birthday to you. പോയി നിൽക്കും.
ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പവിക്കുട്ടനെ ലിച്ചുകുട്ടിയൊക്കെ ഉറക്കമായി, കുട്ടികളൊക്കെ പോയി. അതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടായിരിക്കണം, എന്നെങ്കിലേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.